ഹലോ സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററാണ് IAS 21 ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ. സോ എന്താണ് ഈ ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പനി ഒരു ഇന്ത്യൻ കമ്പനിയാണെന്ന് വിചാരിക്കാം. ആൻഡ് ഇന്ത്യൻ കമ്പനിയായ നമ്മൾ പുറം രാജ്യത്തിൽ നിന്ന് ഒരു ട്രേഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഒരു ഗുഡ്സ് വാങ്ങുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അമേരിക്കേൻ്റെ കറൻസി ഏതാണ്? ഡോളേഴ്സാണ്. ആൻഡ് ഇന്ത്യൻ കമ്പനിയായ നമ്മുടെ കറൻസി ഏതാണ്? റുപ്പീസാണ്. ഓക്കെ, സോ ഇപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് അമേരിക്കൻ കറൻസി എന്ന് പറയുന്നത് ഡോളേഴ്സാണ്. സോ ഈ ഒരു ഡോളേഴ്സ് നമുക്ക് ഫോറിൻ കറൻസിയാണ്. കാരണം എന്താണ്? നമ്മുടെ കറൻസി എന്ന് പറയുന്നത് റുപ്പീസാണ്. ഓക്കെ, സോ നമ്മുടെ കറൻസി അല്ലാത്ത ഏതൊരു കറൻസിനെയും നമ്മൾ എന്താണ് പറയുക? ഫോറിൻ കറൻസി. ഓക്കെ, സോ IAS 21 നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഒരു കമ്പനി എന്തെങ്കിലും ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻസിൽ ഇൻവോൾവ് ആയിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. സോ അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ അവിടെ കുറച്ച് ഡെഫിനിഷൻസ് പറയുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് അതെന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് വണ്ണാണ് എക്സ്ചേഞ്ച് റേറ്റ്. അപ്പോൾ എന്താണ് ഈ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു കറൻസീൻ്റെ വാല്യൂ മറ്റൊരു കറൻസിയിൽ നോക്കുന്ന സമയത്ത് ആ ഒരു കറൻസിയിൽ എത്രത്തോളം വാല്യൂ ഉണ്ട്, അതായത് നമ്മൾ രണ്ട് കറൻസി തമ്മിൽ കമ്പയർ ചെയ്യാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കാറുണ്ട് $1 = ഹൗ മച്ച് റുപ്പീസ്. അതായത് ഈ ഒരു ഡോളറിന് നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ എത്രത്തോളമാണ് വാല്യൂ ഉള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ $1 = 80 റുപ്പീസ് എന്ന് പറയും. അതായത് നമുക്ക് ഈ ഒരു $1 80 റുപ്പീസ് വേണം കൊടുക്കാനായിട്ട്. അപ്പം നമ്മളൊരു $100 സാധനം വാങ്ങുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം പൈസ അല്ലെങ്കിൽ എത്രത്തോളം റുപ്പീസ് കൊടുക്കണം ഈ ഒരു $100 വേണ്ടിയിട്ട്? 8,000 റുപ്പീസ് കൊടുക്കണം. അതായത് $100 × 80 റുപ്പീസ് വിച്ച് ഈസ് ഈക്വൽ ടു 8,000 റുപ്പീസ് കൊടുക്കണം നമ്മൾ ഈ $100 ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്ചേഞ്ച് റേറ്റ്. ഇനി എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന കുറച്ച് സബ് ഐറ്റംസ് ആണ്. ഫസ്റ്റ് വൺ ആണ് ഹിസ്റ്റോറിക് റേറ്റ്. സോ അവിടെ പറയുന്നുണ്ട്, റേറ്റ് ഇൻ പ്ലേസ് അറ്റ് ദ ഡേറ്റ് ദ ട്രാൻസാക്ഷൻസ് ടേക്ക് പ്ലേസ്, സംടൈംസ് റെഫർ ടു ആസ് സ്പോട്ട് റേറ്റ്. അതായത് നമ്മളൊരു ഫോറിൻ ട്രാൻസാക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടത്തിയ ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോറിക് റേറ്റ്. ഹിസ്റ്റോറിക് റേറ്റിനെ നമ്മൾ സ്പോട്ട് റേറ്റ് എന്നും കൂടെ പറയും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ ആണ് ക്ലോസിംഗ് റേറ്റ്. എൻ്റെ കമ്പനീൻ്റെ ഇയർ എൻഡിലെ എക്സ്ചേഞ്ച് റേറ്റ് എന്താണോ അതിനെയാണ് നമ്മൾ ക്ലോസിംഗ് റേറ്റ് എന്ന് പറയുന്നത്. റേറ്റ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്. ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനീൻ്റെ ഇയർ എൻഡ് എന്ന് പറയുന്നത് 31 ഡിസംബർ ആണെന്ന് വിചാരിക്കാം. സോ 31 ഡിസംബറിൽ എന്താണോ അവിടെ എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിനെയാണ് നമ്മൾ ക്ലോസിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇനി ലാസ്റ്റ് വൺ ആണ് ആവറേജ് റേറ്റ്. ആവറേജ് റേറ്റ് ത്രൂ ഔട്ട് ദ അക്കൗണ്ടിങ് പീരീഡ്. അതായത് ആ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിൻ്റെ ആവറേജ് റേറ്റ്, അതാണ് ആവറേജ് റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു 3 കാര്യങ്ങളാണ് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്നത്. ഇനി അടുത്ത ടോപ്പിക്കാണ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. സോ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൽ വരുന്ന ഫസ്റ്റ് ടോപ്പിക്കാണ് മോണിറ്ററി ഐറ്റംസ്. ഐറ്റംസ് ദാറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. എക്സാമ്പിൾ റിസീവബിൾസ്, പേയബിൾസ്, ലോൺസ് എക്സെട്ര. സോ എന്താണ് ഈ മോണിറ്ററി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു മോണിറ്ററി ഐറ്റം നമുക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മോണിറ്ററി ഐറ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മോണിറ്ററി ഐറ്റം അല്ലെങ്കിൽ ആ ഒരു ഐറ്റത്തിനെ നമുക്ക് ക്യാഷിലോട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? മോണിറ്ററി ഐറ്റം. ഓക്കെ, സോ മോണിറ്ററി ഐറ്റത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് റിസീവബിൾസ്, പേയബിൾസ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ റിസീവബിൾസ്. ഇപ്പം നമ്മുടെ കമ്പനിക്ക് കുറച്ച് റിസീവബിൾസ്, അതായത് കുറച്ച് റിസീവബിൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഈ ഒരു റിസീവബിൾസ് വെച്ചിട്ട് നമുക്ക് ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് ഇല്ലേ? ഉണ്ട്. ഓക്കെ, സോ അതാണ് മോണിറ്ററി ഐറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തത് നോൺ മോണിറ്ററി ഐറ്റം. ഐറ്റംസ് ദാറ്റ് ഗിവ് നോ റൈറ്റ് ടു റിസീവ് ഓർ ഡെലിവർ ക്യാഷ്. എക്സാമ്പിൾ ഇൻവെൻട്രി, പ്ലാന്റ് ആൻഡ് മെഷീനറി. അതായത് നോൺ മോണിറ്ററി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നോൺ മോണിറ്ററി ഐറ്റം വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് ഒന്നും അവിടെ ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ക്യാഷ് കൊടുക്കാനുള്ള റൈറ്റ് ഒന്നും അവിടെ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, സോ അതിനെയാണ് എന്ത് പറയുന്നത്? നോൺ മോണിറ്ററി ഐറ്റം. ആൻഡ് നോൺ മോണിറ്ററി ഐറ്റത്തിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇൻവെൻട്രി, പ്ലാന്റ് ആൻഡ് മെഷീനറി എക്സെട്ര. അതായത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് അവിടെ ക്യാഷ് കിട്ടാനുള്ള റൈറ്റ് എന്തെങ്കിലും അവിടെ ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. ഇനി അതല്ല, നമ്മൾ ഈ ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറീനെ വിൽക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ക്യാഷ് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അവിടെ കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. സോ അതിനെയാണ് നോൺ മോണിറ്ററി ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് കറൻസി.
സോ കറൻസിയിൽ വരുന്ന ഫസ്റ്റ് ഐറ്റമാണ് ഫങ്ഷണൽ കറൻസി. സോ അവിടെ പറയുന്നുണ്ട് ദ കറൻസി ഓഫ് ദ പ്രൈമറി എക്കണോമിക് എൻവിറോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ എൻറ്റിറ്റി ഓപ്പറേറ്റ്സ്. This will usually be the currency in which the majority of an entity's transactions take place. അതായത് ഒരു എൻറ്റിറ്റിയുടെ മെജോറിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ഏത് കറൻസിയിലാണോ സംഭവിക്കുന്നത് ആ ഒരു കറൻസീനെയാണ് നമ്മൾ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ എൻ്റെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അപ്പം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതും കൊണ്ട് തന്നെ എൻ്റെ മെജോറിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ഏത് കറൻസിയിലായിരിക്കും ഉണ്ടാവുക? റുപ്പീസിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും റുപ്പീസാണ് എൻ്റെ ഫങ്ഷണൽ കറൻസി എന്ന്. ഇനി അതല്ല, എൻ്റെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന എൻവിറോൺമെൻറ്റ് അമേരിക്കയിലാണ് വിചാരിക്കുക. ഓക്കെ, സോ എൻ്റെ കമ്പനി ഇരിക്കുന്നത് അമേരിക്കയിലാണ്. അപ്പം എൻ്റെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തുള്ള കറൻസി ഏതാണോ, അതായത് ദ കറൻസി ഓഫ് ദ പ്രൈമറി എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് ആൻ എൻറ്റിറ്റി ഓപ്പറേറ്റ്സ്, അതായത് എൻ്റെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലത്തെ കറൻസി ഏതാണോ അതിനെ നമ്മൾ എന്ത് പറയും? ഫങ്ഷണൽ കറൻസി എന്ന് പറയും. അപ്പം ഞാൻ അമേരിക്കയിലാണ് എൻ്റെ കമ്പനി ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏത് കറൻസി ആയിരിക്കും അവിടെ ഉണ്ടാവുക? ഡോളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. സോ ഡോളേഴ്സ് ആണ് എൻ്റെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ഫങ്ഷണൽ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കമ്പനീനെ മെജോറിറ്റി ഓഫ് ട്രാൻസാക്ഷൻസ് ഏത് കറൻസിയിലാണോ സംഭവിക്കുന്നത് ആ ഒരു കറൻസീനെ നമ്മൾ ഫങ്ഷണൽ കറൻസി എന്ന് പറയും. അതുപോലെ തന്നെ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന എൻവിറോൺമെൻറ്റിലെ കറൻസി ഏതാണോ അതിനെയും നമ്മൾ എന്ത് പറയും? ഫങ്ഷണൽ കറൻസി എന്ന് പറയും. ഓക്കെ, സോ കറൻസിയിൽ ഫസ്റ്റ് വൺ ആണ് ഫങ്ഷണൽ കറൻസി ആൻഡ് ഇനി സെക്കൻഡ് വൺ ആണ് പ്രസൻറ്റേഷൻ കറൻസി. ദ കറൻസി ഇൻ വിച്ച് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രസൻറ്റഡ്. അതായത് നമ്മൾ ഏത് കറൻസിയിലാണോ നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? പ്രസൻറ്റേഷൻ കറൻസി. ഓക്കെ, ഇനി അടുത്തത് IAS 21 says that an entity should consider the following primary factors when determining its functional currency. അതായത് ഒരു കമ്പനീൻ്റെ ഫങ്ഷണൽ കറൻസി ഏതാണെന്ന് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ദ കറൻസി ദാറ്റ് മെയിൻലി ഇൻഫ്ലുവൻസസ് സെയിൽസ് പ്രൈസ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് എൻ്റെ കമ്പനീൻ്റെ ഗുഡ്സ് ഓർ സർവീസസ് ഞാൻ മെജോറിറ്റി ആയിട്ട് ഏതൊരു കറൻസിയിലാണ് സെല്ല് ചെയ്യുന്നത് അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ആ ഒരു കറൻസി നമ്മുടെ ഫങ്ഷണൽ കറൻസി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ആൻഡ് ഇനി സെക്കൻഡ് വൺ ആണ് ദ കറൻസി ഓഫ് ദ കൺട്രി ഹൂസ് കോമ്പറ്റേറ്റീവ് ഫോഴ്സസ് ആൻഡ് റെഗുലേഷൻസ് മെയിൻലി ഡിറ്റർമൈൻ ദ സെയിൽസ് പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ഒരു കൺട്രീൻ്റെ കോമ്പറ്റേറ്റീവ് ഫോഴ്സസും റെഗുലേഷൻസും ഒക്കെ കാരണം ആ ഒരു പെർട്ടിക്കുലർ കറൻസി എഫക്റ്റ് ആവാണ്. ആൻഡ് ആ ഒരു പെർട്ടിക്കുലർ കറൻസിയിലാണ് ഞാൻ എൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ സെല്ല് ചെയ്യുന്നത്. ഓക്കെ, സോ അത് സെക്കൻഡ് വൺ. ആൻഡ് ഇനി തേർഡ് വൺ ആണ് ദ കറൻസി ദാറ്റ് മെയിൻലി ഇൻഫ്ലുവൻസസ് ലേബർ, മെറ്റീരിയൽസ് ആൻഡ് അതർ കോസ്റ്റ് ഓഫ് പ്രൊവൈഡിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് നമ്മളിപ്പം നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ലേബേഴ്സിന് ഏത് കറൻസിയിലാണോ പേ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കറൻസിയിലാണോ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങുന്നത്. ഓക്കെ, സോ ഇതൊക്കെ ഈ ഒരു 3 കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഫങ്ഷണൽ കറൻസി ഏതാണെന്ന്. ഓക്കെ, ഇനി അടുത്തത് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സോ ഇനീഷ്യൽ ട്രാൻസാക്ഷൻ അവിടെ പറയുന്നുണ്ട് ട്രാൻസ്ലേറ്റ് യൂസിങ് ദ ഹിസ്റ്റോറിക് റേറ്റ് പ്രിവെയിലിംഗ് അറ്റ് ദ ട്രാൻസാക്ഷൻ ഡേറ്റ്. The average rate can also be used if it does not fluctuate significantly during the accounting period. അതായത് നമ്മുടെ കമ്പനിയിൽ ഒരു ഫോറിൻ കറൻസി ട്രാൻസാക്ഷൻ നടക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ആ ഒരു ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റിലെ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റെക്കോർഡ് ചെയ്യും. ആൻഡ് ആ ഒരു എക്സ്ചേഞ്ച് റേറ്റിന് നമ്മൾ എന്താണ് പറയുന്നത്? ഹിസ്റ്റോറിക് റേറ്റ് അല്ലെങ്കിൽ സ്പോട്ട് റേറ്റ്. അതായത് ആ ഒരു ട്രാൻസാക്ഷൻ നടന്ന ആ ഒരു ഡേറ്റിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്താണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹിസ്റ്റോറിക് റേറ്റ് അല്ലെങ്കിൽ സ്പോട്ട് റേറ്റ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അത് റെക്കോർഡ് ചെയ്യും. ഇനി ഹിസ്റ്റോറിക് റേറ്റ് അല്ലാണ്ട് നമ്മൾ ആവറേജ് റേറ്റും ചില സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യും. ആ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അക്കൗണ്ടിങ് പീരീഡിലെ ആവറേജ് റേറ്റിൽ കൂടുതൽ ഫ്ലക്ച്വേഷൻസ് ഇല്ലെങ്കിലാണ് നമ്മൾ ഈ ആവറേജ് റേറ്റ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹിസ്റ്റോറിക് റേറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു കമ്പനിയിൽ ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റിലെ ഹിസ്റ്റോറിക് റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യും. ഓക്കെ,
പിന്നെ അവിടെ പറയുന്നുണ്ട് സെറ്റിൽഡ് ട്രാൻസാക്ഷൻ. ഇഫ് എ ട്രാൻസാക്ഷൻ ഈസ് സെറ്റിൽഡ്, പേയ്മെൻറ്റ് ഓർ റെസിപ്റ്റ് ഒക്കേഴ്സ് ഡ്യൂറിംഗ് ദ അക്കൗണ്ടിംഗ് പീരീഡ്. Translate at the date of payment received using the historic rate prevailing at that date. As this may be different to the initial transaction, an exchange difference may arise. This is posted to the statement of profit or loss. അതായത് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ നമ്മുടെ കമ്പനി ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ നടത്തി എന്ന് വിചാരിക്കുക. ആൻഡ് ആ ട്രാൻസാക്ഷൻ നടത്തിയ ദിവസം അയാൾ, അതായത് നമ്മുടെ കമ്പനി ഫുൾ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല വിചാരിക്കുക, പകരം നമ്മൾ കുറച്ച് മാസത്തിന് ശേഷം തരാമെന്ന് പറയാണ്. പക്ഷേ ആ ഒരു അക്കൗണ്ടിങ് ഇയറിൽ തന്നെ നമ്മൾ സെറ്റിൽ ചെയ്യുമെന്ന് അവിടെ പറയുന്നുണ്ട്. സോ ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നാണ് അവിടെ പറയുന്നത്. സോ ഫസ്റ്റ് അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അവിടെ എന്ത് ചെയ്യും, ഹിസ്റ്റോറിക് റേറ്റ് എടുത്തിട്ട്, അതായത് ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ ഒക്കർ ചെയ്ത ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പം എന്തെങ്കിലും പേയ്മെൻറ്റ്സ്, നമ്മുടെ കമ്പനി ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നതിൽ നമ്മുടെ കമ്പനി എന്തെങ്കിലും പേയ്മെൻറ്റ്സ് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ഡേറ്റിൽ കൊടുക്കാമെന്ന് പറയാണ്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറയാണ്. അപ്പം ഈ ഒരു ട്രാൻസാക്ഷൻ ഫസ്റ്റ് നടന്നത് 1 ജാനുവരിയിലാണ് വിചാരിക്കുക. ആൻഡ് ഒരു 4 മാസം എന്ന് പറയുമ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്യിലാണ് എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ് കൊടുക്കാമെന്ന് പറയുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, 1 ജാനുവരിയിൽ ട്രാൻസാക്ഷൻ നടന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്തു, 1 ജാനുവരിയിലത്തെ ഹിസ്റ്റോറിക് റേറ്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ആ ഒരു ട്രാൻസാക്ഷനെ നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ 1 മെയ്യിൽ ബാക്കി പേയ്മെൻറ്റ് കൊടുക്കുകയാണ്. അപ്പം 1 മെയ്യിൽ നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഫോറിൻ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ്റെ എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും ഒരേപോലെയാണ് ഇരിക്കുക എന്ന് പറയാൻ പറ്റില്ല, അല്ലേ? എക്സ്ചേഞ്ച് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഒരു ഡോളറിന് നമുക്ക് 80 റുപ്പീസ് ആണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ആ ഒരു ഡോളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 82 റുപ്പീസ് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പം നാളെ ആ ഒരു ഡോളറിന് ചിലപ്പം 79 റുപ്പീസ് കൊടുത്താൽ മതിയാവും. അപ്പം അതിനർത്ഥം എന്താണ്, ഈ എക്സ്ചേഞ്ച് റേറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ 1 ജാനുവരി 2024 ഒരു ട്രാൻസാക്ഷൻ നടത്തി, ഒരു ഫോറിൻ ട്രാൻസാക്ഷൻ നടത്തി. ആൻഡ് ആ പർട്ടിക്കുലർ ഡേറ്റിലെ ഹിസ്റ്റോറിക് റേറ്റ് എടുത്ത് നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്തു. എന്നിട്ട് 1 മെയ്യിൽ ഇപ്പം ഒരു $100 നമ്മൾ സാധനം മേടിച്ചതെന്ന് വിചാരിക്കാം. സോ ഈ $100 $50 ഓൾറെഡി നമ്മൾ 1 ജാനുവരി പേ ചെയ്തു. ബാക്കി $50 നമ്മൾ 1 മെയ് പേ ചെയ്യാമെന്ന് പറയാണ്. ഓക്കെ, സോ 1 ജാനുവരിയിൽ, അതായത് ട്രാൻസാക്ഷൻ നടന്ന ദിവസം 1 ജാനുവരിയിൽ ഒരു ഡോളറിന് 80 റുപ്പീസാണ് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. പക്ഷേ 1 മെയ്യിന് ഒരു ഡോളറിന് 82 റുപ്പീസാണ് എക്സ്ചേഞ്ച് റേറ്റ് വരുന്നത്. ഓക്കെ, അതായത് 1 ജാനുവരി തന്നെ ഞാനൊരു പേയ്മെൻറ്റ് ഫുള്ള് കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ആകെപ്പാട്ട് ടോട്ടൽ എത്ര റുപ്പീസായിരുന്നു കൊടുക്കേണ്ടി വരുന്നത്? ഒരു ഡോളറിന് 80 റുപ്പീസ് വെച്ച് ടോട്ടൽ $100 8,000 റുപ്പീസ് ആയിരുന്നു ഞാൻ കൊടുക്കേണ്ടി വരേണ്ടിയിരുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ സമയത്ത് $50 ഓൾറെഡി കൊടുത്തു. സോ അങ്ങനെ വരുന്ന സമയത്ത് എത്ര റുപ്പീസാവും ഞാൻ കൊടുത്തിട്ടുണ്ടാവുക? 50 × 80 വിച്ച് ഈസ് ഈക്വൽ ടു 4,000 റുപ്പീസ് ഞാൻ ഓൾറെഡി 1 ജാനുവരി കൊടുത്തു. അതായത് $50 ഞാൻ എന്ത് ചെയ്തു, 4,000 റുപ്പീസ് കൊടുത്തു. ഓക്കെ, ഇനി ബാക്കി പേയ്മെൻറ്റായ $50 ഞാൻ 1 മെയ് പേ ചെയ്യാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് 1 മെയ്യിലെ എക്സ്ചേഞ്ച് റേറ്റ് വന്നിട്ട് 82 റുപ്പീസാണ്. അതായത് $1 ഇപ്പം 82 റുപ്പീസായി. ഓക്കെ, സോ ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ എത്ര റുപ്പീസാണ് അവിടെ കൊടുക്കേണ്ടി വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു 50 × 82 റുപ്പീസ്. അപ്പോൾ എത്രയാണ് വരുന്നത്? 4,100 റുപ്പീസാണ് ഞാൻ ഈ $50 വേണ്ടിയിട്ട് കൊടുക്കേണ്ടത്. സോ 1 ജാനുവരി തന്നെ ഞാൻ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുമായിരുന്നെങ്കിൽ ഞാൻ ടോട്ടൽ 8,000 റുപ്പീസ് കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ 1 ജാനുവരി $50 മാത്രമേ പേ ചെയ്തുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 4,000 റുപ്പീസ് കൊടുത്തു. പിന്നെ 1 മെയ് ആയപ്പോഴേക്കും എന്തായി, എക്സ്ചേഞ്ച് റേറ്റ് മാറി. അതുകൊണ്ട് തന്നെ ഒരു ഡോളറിന് ഇപ്പം 82 റുപ്പീസ് കൊടുക്കണം. സോ ബാക്കി $50 ഞാൻ പേ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഞാൻ ഒരു ഡോളറിന് 82 റുപ്പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ടോട്ടൽ $52 ഞാൻ 4,100 റുപ്പീസ് വെച്ച് കൊടുക്കണം. സോ 4,000 ആണ് ഞാൻ കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ എക്സ്ചേഞ്ച് റേറ്റ് മാറിയതും കൊണ്ട് ഞാനിപ്പോൾ 4,100 റുപ്പീസ് കൊടുക്കണം. സോ ഒരു 100 റുപ്പീസ് എനിക്ക് അവിടെ ലോസ് ആണ് വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഇതൊന്ന് ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ:
On 1st April 2018, Colinsko, a company that uses the dollar as its functional currency, buys goods from an overseas supplier who uses Cromets as its functional currency. The goods are priced at Cromets 54,000. Payment is made 2 months later on 31st May 2018. The prevailing exchange rates are 1st April 2018 Cromets 80 is equal to $1. 31st May 2018 Cromets 1.75 is to $1. Required. Record the journal entries for this transaction. So എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? 1st April 2018 കോളിൻസ്കോ, അതായത് കോളിൻസ്കോ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയാണ്. നമ്മുടെ കമ്പനി ഡോളേഴ്സ് ആണ് ഫങ്ഷണൽ കറൻസി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ കമ്പനീൻ്റെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് ഡോളേഴ്സ് ആണ്. അപ്പം നമ്മുടെ കമ്പനി എന്ത് ചെയ്തു? ഒരു ഓവർസീസ് സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങി. ആൻഡ് ഈ ഓവർസീസ് സപ്ലയർ ഏത് കറൻസിയിലാണ് അവരുടെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത്? ക്രോമെറ്റ്സിലാണ്. ഓക്കെ, സോ ക്രോമെറ്റ്സ് ആണ് ഈ ഒരു ഓവർസീസ് സപ്ലയറിൻ്റെ ഫങ്ഷണൽ കറൻസി. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് ദ ഗുഡ്സ് ആർ പ്രൈസ്ഡ് അറ്റ് ക്രോമെറ്റ്സ് 54,000. അതായത് ക്രോമെറ്റ്സ് 54,000 ഈ ഒരു ഗുഡ്സ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഗുഡ്സ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കോളിൻസ്കോ എന്ത് ചെയ്യണം? ഈ ഒരു ഓവർസീസ് സപ്ലയറിന് 54,000 ക്രോമെറ്റ്സിൽ എന്ത് കൊടുക്കണം? പൈസ കൊടുക്കണം. ഓക്കെ, പിന്നെ പറയുന്നുണ്ട് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് 2 months later on 31st May 2018. അതായത് 1st Aprilലാണ് ആ ഒരു പർച്ചേസ് നടന്നതെങ്കിലും അതിൻ്റെ പേയ്മെൻറ്റ് എപ്പോഴേ കൊടുക്കുന്നുള്ളൂ? 31st May 2018 കൊടുക്കുന്നുള്ളൂ. ആൻഡ് ഈ 1st Aprilൻ്റെയും അതുപോലെ 31st Mayൻ്റെയും എക്സ്ചേഞ്ച് റേറ്റ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യണം. ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ ഒരു ഗുഡ്സ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ജേർണൽ എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റഡ് ടു ട്രേഡ്സ് പേയബിൾ അക്കൗണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ട്രേഡ്സ് പേയബിൾ അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ചെയ്യുന്നത്? കാരണം നമ്മളിവിടെ 2 മാസം കഴിഞ്ഞിട്ടാണ് അവിടെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഇനി ഇവിടെ എമൗണ്ട് എഴുതണം. സോ നമുക്കറിയാം $1 1.80 ക്രോമെറ്റ്സ് കിട്ടും. ആൻഡ് നമ്മൾ ഇവർക്ക് 54,000 ക്രോമെറ്റ്സ് ആണ് പേ ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് 54,000 ക്രോമെറ്റ്സ് പേ ചെയ്യുകയാണെങ്കിലും അത് ആ ഒരു 54,000 നമ്മൾ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡോളേഴ്സ് പേ ചെയ്യണം എന്നാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. സോ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 54,000-നെ 54,000 ഡിവൈഡഡ് ബൈ 1.80 ചെയ്യും. അപ്പം നമുക്ക് എത്ര ഡോളേഴ്സാണ് കൊടുക്കേണ്ടത് എന്നറിയാൻ പറ്റും. ഓക്കെ, സോ 54,000 ഡിവൈഡഡ് ബൈ 1.8 വിച്ച് ഈസ് ഈക്വൾ ടു എത്രയാണ്? $30,000. അതായത് 1st April 2018 നമ്മൾ പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ $30,000 ആണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് $30,000 ആൻഡ് ക്രെഡിറ്റഡ് ടു ട്രേഡ്സ് പേയബിൾ അക്കൗണ്ട് $30,000. ഓക്കെ, ഇനി അടുത്തത്, ഇനി നമ്മൾ 31st May 2018 നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത്. ഓക്കെ, ആൻഡ് 31st May 2018 എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 1.75 ക്രോമെറ്റ്സ് ഈസ് ടു $1. അതായത് $1 1.75 ക്രോമെറ്റ്സ് ആണ് കിട്ടുക. ഓക്കെ, അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മൾ 54,000 ക്രോമെറ്റ്സ് നമ്മൾ അവർക്ക് കൊടുക്കണം. ആൻഡ് ആ സമയത്തത്തെ എക്സ്ചേഞ്ച് റേറ്റ് ഇതാണ്. സോ എത്ര ഡോളേഴ്സാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക? അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 54,000 ഡിവൈഡഡ് ബൈ 1.75 ചെയ്യും. സോ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് അവിടെ എമൗണ്ട് വരുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു $30,875. സോ നമ്മൾ 31st May പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ അവർക്ക് $30,857 കൊടുക്കണം. അപ്പം നമ്മൾ 1st April പേയ്മെൻറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് $1 1.80 ക്രോമെറ്റ്സ് കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം എന്തായി? ക്രോമെറ്റ്സിൻ്റെ വില കൂടി. അപ്പം നമുക്കിപ്പം $1 1.75 ക്രോമെറ്റ്സേ കിട്ടുള്ളൂ. സോ നമ്മളിപ്പോൾ ഇവിടെ കൂടുതൽ എമൗണ്ട് പേ ചെയ്യേണ്ടി വരികയാണ്. ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ $30,000 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷെ നമ്മളിപ്പം $30,857 കൂടുതൽ കൊടുക്കണം. സോ $857 ആണ് നമ്മളിവിടെ കൂടുതൽ കൊടുക്കുന്നത്. ആ $857 നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ലോസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിലാണ് കാണിക്കുന്നത്. ആൻഡ് ഇതിനെ നമ്മൾ ജേർണൽ എൻട്രിയിലോട്ട് കാണിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ക്രെഡിറ്റ് ചെയ്ത ട്രേഡ് പേബിൾസിനെ നമ്മളിപ്പോൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. കാരണം എന്താണ്? നമ്മൾ അത് കൊടുക്കുകയാണ്. അതായത് ട്രേഡ് പേബിൾസ് നമ്മൾ കൊടുത്ത് തീർക്കുകയാണ്. സോ ആദ്യം നമ്മൾ 30,000 ആയിരുന്നു ട്രേഡ് പേബിൾസിലോട്ട് ക്രെഡിറ്റ് ചെയ്തത്.
ആൻഡ് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ട്രേഡ് പേയബിൾസ് വിച്ച് ഈസ് ഈക്വൽ ടു $30,000. ഇനി ഈ ലോസ് വന്ന ഈ $857 നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ക്യാഷ് കൊടുക്കും. സോ ക്യാഷ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താണ് അതിന് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യും. കാരണം ക്യാഷ് കുറയാണ്. ഓക്കെ, സോ ക്യാഷ് കുറയുന്ന സമയത്ത് നമ്മൾ ക്യാഷിന് എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. സോ ക്യാഷ് ഈസ് ഈക്വൽ ടു $30,857. ഓക്കെ, സോ നമ്മളിപ്പം ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതിൽ ഒരു അക്കൗണ്ടിങ് പീരീഡിനുള്ളിൽ തന്നെ വരുന്ന ട്രാൻസാക്ഷനെയാണ്. അതായത് നമ്മൾ 1 ഏപ്രിലിൽ സാധനം പർച്ചേസ് ചെയ്തു ആൻഡ് 31 മെയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ആ സാധനത്തിൻ്റെ പൈസ ഫുള്ളായിട്ട് കൊടുത്ത് തീർത്തു. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു അക്കൗണ്ടിങ് ഇയറിൽ പർച്ചേസോ അല്ലെങ്കിൽ സെയിലോ നടത്തിയിട്ട് പിന്നത്തെ അക്കൗണ്ടിങ് ഇയറിലാണ് നമ്മളത് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു സിറ്റുവേഷൻ്റെയാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പം ഈ പറഞ്ഞ സിറ്റുവേഷന് നമ്മൾ അൺസെറ്റിൽഡ് ട്രാൻസാക്ഷൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, ഇഫ് എ ട്രാൻസാക്ഷൻ ഈസ് സ്റ്റിൽ അൺസെറ്റിൽഡ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ്, there will be an outstanding asset or liability on the statement of financial position. If the asset or liability is a monetary item, it should be retranslated at the closing rate. If the asset or liability is a non-monetary item, it should remain at the historic rate. Exchange differences will arise on the retranslation of the monetary items, and these are also posted to the statement of profit or loss. അതായത് നമ്മളൊരു ഫോറിൻ ട്രാൻസാക്ഷൻ ഇക്കൊല്ലം നടത്തിയിട്ട് അതിൻ്റെ സെറ്റിൽമെൻറ്റ് നമ്മൾ അടുത്ത കൊല്ലമാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് അസറ്റോ അല്ലെങ്കിൽ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റിയോ വരും. ആൻഡ് ഇത് നമ്മൾ കാണിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷനിലാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ട്രാൻസാക്ഷനിൽ വന്ന ഈ ഒരു ഐറ്റം ഒരു മോണിറ്ററി ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ട്രാൻസാക്ഷൻ നടന്ന ആ ഒരു ഇയർ എൻഡിൽ ക്ലോസിംഗ് റേറ്റ് കാണണം. ക്ലോസിംഗ് റേറ്റ് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇക്കൊല്ലൊരു ട്രാൻസാക്ഷൻ നടന്നു, ഒരു പർച്ചേസ് നടന്നു. സോ ആ പർച്ചേസ് നടന്ന ദിവസത്തെ ഹിസ്റ്റോറിക് റേറ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യും. ഓക്കെ, നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത പോലെ, നേരത്തെ ക്വസ്റ്റനിൽ റെക്കോർഡ് ചെയ്ത പോലെ. എന്നിട്ട് പിന്നെ നമ്മൾ അടുത്തത് എപ്പോഴാണ് റെക്കോർഡ് ചെയ്തത്? ആ ട്രാൻസാക്ഷൻ സെറ്റിൽ ചെയ്ത സമയത്ത്. അതായത് നേരത്തെ ക്വസ്റ്റനിൽ നമ്മൾ 1 ഏപ്രിലിൽ പർച്ചേസ് നടത്തി ആൻഡ് 31 മെയിൽ നമ്മൾ എന്ത് ചെയ്തു? അത് സെറ്റിൽ ചെയ്തു. അപ്പോഴാണ് നെക്സ്റ്റ് ഇത് റെക്കോർഡ് ചെയ്തത്. സോ ഈ ഒരു അൺസെറ്റിൽ ട്രാൻസാക്ഷൻ്റെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കൊല്ലം ഒരു പർച്ചേസോ അല്ലെങ്കിൽ ഒരു സെയിലോ നടത്തി, പക്ഷേ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നമ്മൾ അടുത്ത കൊല്ലമാണ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ നമ്മൾ പർച്ചേസ് നടത്തിയ ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റും അതുപോലെ സെറ്റിൽ ചെയ്യുന്ന ദിവസത്തെ എക്സ്ചേഞ്ച് റേറ്റും മാത്രം കണ്ടാൽ പോരാ. ഈ ഒരു ഐറ്റം മോണിറ്ററി ഐറ്റം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡിലെ ക്ലോസിംഗ് റേറ്റും കൂടെ നമ്മൾ കാണണം. ഇനി അതല്ല, ഈ ഒരു ട്രാൻസാക്ഷനിലെ ഐറ്റം നോൺ മോണിറ്ററി ഐറ്റം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോസിംഗ് റേറ്റ് കാണേണ്ട ആവശ്യമില്ല. അതായത് ഇയർ എൻഡിൽ പിന്നെയും റീട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? നമ്മളിപ്പം പർച്ചേസ് ചെയ്ത ആ ഒരു ഡേറ്റിലെ ഹിസ്റ്റോറിക് റേറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് നമ്മളൊരു എക്സ്ചേഞ്ച് റേറ്റ് കണ്ടിട്ടുണ്ടല്ലോ, ആ റേറ്റിൽ തന്നെ എന്ത് കാണിച്ചാൽ മതി? നമ്മൾ ഇയർ എൻഡിലെ വാല്യൂ കാണിച്ചാൽ മതി. പിന്നെ അവിടെ ലാസ്റ്റ് പറയുന്നത് എക്സ്ചേഞ്ച് ഡിഫറൻസ് വിൽ അറൈസ് ഓൺ ദ റീട്രാൻസ്ലേഷൻ ഓഫ് ദ മോണിറ്ററി ഐറ്റംസ് ആൻഡ് ദീസ് ആർ ഓൾസോ പോസ്റ്റഡ് ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. സോ ഒരു മോണിറ്ററി ഐറ്റം ആണ് ആ ഒരു ട്രാൻസാക്ഷനിൽ വന്നിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ലോസിംഗ് റേറ്റ് കാണണം. അതായത് ഇയർ എൻഡിലെ എക്സ്ചേഞ്ച് റേറ്റ് കാണണം. സോ ഇയർ എൻഡിലെ എക്സ്ചേഞ്ച് റേറ്റ് കാണുന്ന സമയത്ത് നമ്മൾ പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആയിരിക്കും ആൻഡ് ഇയർ എൻഡിൽ നമ്മൾ പിന്നെയും അതിനെ റീട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. സോ ഒന്നല്ലെങ്കിൽ അവിടെ ഒരു ലോസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. അതിനെ നമ്മൾ എവിടെ കാണിക്കണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസിൽ കാണിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ബെറ്റർ ആയിട്ട് സോൾവ് ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ: ഓൺ 1 January 2016, Wilkie Co., a company that uses the dollar as its functional currency, buys goods from an overseas supplier who uses dinar as its functional currency. The goods are priced at dinar 35,000. Payment is still outstanding at the reporting date of 31st March 2016. The prevailing exchange rates are 1st January 2016 dinar 1.75 is to $1 and 31st March 2016 dinar 1.90 is to $1. Record the journal entries for these transactions.
സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ കമ്പനി എന്ന് പറയുന്നത് വിൽക്കി കമ്പനിയാണ്. ആൻഡ് വിൽക്കി കമ്പനീൻ്റെ ഫങ്ഷണൽ കറൻസി ഏതാണ്? ഡോളേഴ്സ് ആണ്. അതായത് നമ്മുടെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് ഡോളേഴ്സ് ആണ്. ഓക്കെ. സോ 1 ജാനുവരി 2016 വിൽക്കി കമ്പനി ഒരു ഓവർസീസ് സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഓവർസീസ് സപ്ലയറിൻ്റെ ഫങ്ഷണൽ കറൻസി എന്ന് പറയുന്നത് ദിനാസ് ആണ്. ഓക്കെ. സോ നമുക്ക് ഈ ഒരു ഓവർസീസ് സപ്ലയറിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ദിനാറിലായിരിക്കും കൊടുക്കുക. ആൻഡ് എത്ര പേയ്മെൻ്റ് ആണ് അവിടെ ഈ ഒരു ഓവർസീസ് സപ്ലയറിന് നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നത്? ദിനാർ 35,000 ആണ്. ഓക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു ട്രാൻസാക്ഷനെ നമ്മുടെ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫങ്ഷണൽ കറൻസിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? അതിനെ റെക്കോർഡ് ചെയ്യുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ദിനാറിൽ കൊടുക്കുന്ന ഈ ഒരു ഐറ്റത്തിൻ്റെ ഡോളറിൽ എത്രയാണ് വാല്യൂ എന്ന് കാണണം. ഓക്കെ. ആൻഡ് അവിടെ പറയുന്നുണ്ട് ദ ഗുഡ്സ് ആർ പ്രൈസ്ഡ് അറ്റ് ദിനാർ 35,000. പേയ്മെൻറ്റ് ഈസ് സ്റ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ റിപ്പോർട്ടിംഗ് ഡേറ്റ് ഓഫ് 31 മാർച്ച് 2016. അതായത് നമ്മൾ ഗുഡ്സ് വാങ്ങിയെങ്കിൽ കൂടെ ഇക്കൊല്ലം അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നില്ല. അടുത്ത കൊല്ലമാണ് നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ജേർണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാം. സോ ഫസ്റ്റ് നമ്മളൊരു പർച്ചേസ് നടത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജേർണൽ റെക്കോർഡ് ചെയ്യുന്നത്? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ട്രേഡ് പേബിൾസ്. ഓക്കെ. കാരണം എന്താണ്? നമ്മളോട് പൈസ പിന്നീടാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ട്രേഡ് പേബിൾസിലോട്ട് ക്രെഡിറ്റ് ചെയ്തത്. ആൻഡ് 1 ജാനുവരി 2016 നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. സോ ആ ദിവസത്തെ ഹിസ്റ്റോറിക് റേറ്റ് എന്ന് പറയുന്നത് $1 1.75 ദിനാസ് ആണ്. ഓക്കെ. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ 35,000 ദിനാസ് ആണ് കൊടുക്കേണ്ടിയിരുന്നത്. ആൻഡ് ഈ 35,000-നെ നമ്മൾ ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഡോളേഴ്സ് കൊടുക്കണം? ഓക്കെ. സോ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? 35,000 ഡിവൈഡഡ് ബൈ 1.75 ചെയ്യും. അപ്പോൾ നമുക്ക് എത്രത്തോളം ഡോളേഴ്സ് ആണ് കൊടുക്കേണ്ടത് എന്ന് അറിയാൻ പറ്റും. ഓക്കെ. സോ 35,000 ഡിവൈഡഡ് ബൈ 1.75 ഈസ് ഈക്വൽ ടു $20,000 ആണ്. സോ $20,000 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് $20,000 ആൻഡ് ട്രേഡ് പേബിൾസ് ക്രെഡിറ്റ് $20,000. ഓക്കെ. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് $20,000 ടു ട്രേഡ് പേബിൾസ് ക്രെഡിറ്റ് $20,000. ഓക്കെ. ഇനി ഈ ഒരു കമ്പനീൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 31 മാർച്ച് 2016 ആണ്. ഓക്കെ. സോ 31 മാർച്ച് 2016 ക്ലോസിംഗ് റേറ്റ് കാണണം. അതായത് ആ ഒരു കമ്പനീൻ്റെ റിപ്പോർട്ടിംഗ് ഡേറ്റിൻ്റെ സമയത്തുള്ള എക്സ്ചേഞ്ച് റേറ്റിനെയാണ് നമ്മൾ ക്ലോസിംഗ് റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ ഒരു ഐറ്റം, അതായത് ട്രേഡ് പേബിൾസ് എന്ന് പറയുന്നത് ഒരു മോണിറ്ററി ഐറ്റം ആയതും കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ക്ലോസിംഗ് റേറ്റ് കാണണം. ഓക്കെ. സോ 35,000 ദിനാസ് ആണ്. ആൻഡ് 31 മാർച്ച് 2016 ഒരു ദിനാർ എന്ന് പറയുന്നത് 1.90 ആണ്. സോ $1 1.90 ദിനാസ് ആണ് കിട്ടുന്നത്. ഓക്കെ. സോ ഇപ്പോൾ അവിടെ നോക്കുന്ന സമയത്ത് 1 ജാനുവരി 2016 $1 1.75 ദിനാസേ കിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പം ദിനാറിൻ്റെ വാല്യൂ കുറഞ്ഞു. അതുകൊണ്ട് തന്നെ $1 1.90 ദിനാസ് കിട്ടും. ഓക്കെ. സോ അപ്പോൾ നോക്കുന്ന സമയത്ത് നമുക്കൊരു പ്രോഫിറ്റാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നമുക്ക് എത്രയാണ് ഡോളേഴ്സ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യും? 35,000 ഡിവൈഡഡ് ബൈ 1.90 ചെയ്യും. സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 18,421 ആണ് കിട്ടുന്നത്. ഓക്കെ. സോ നമ്മൾ ആദ്യം പേയ്മെൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ $20,000 ആണ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ ഇയർ എൻഡിൽ നമുക്ക് എന്ത് ചെയ്തു? $1 ഇപ്പോൾ 1.90 ദിനാസ് കിട്ടും. അതുകൊണ്ട് തന്നെ എന്തായി? ദിനാറിൻ്റെ വാല്യൂ കുറഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് $1 1.90 ദിനാസ് കിട്ടുന്നത്. സോ നമ്മളിപ്പം കുറഞ്ഞ എമൗണ്ട് കൊടുത്താൽ മതി. അതാണ് $18,421. ഓക്കെ. സോ അവിടെ എത്രയാണ് ഡിഫറൻസ് വരുന്നത്? $20,000 മൈനസ് 18,421 വിച്ച് ഈസ് ഈക്വൽ ടു $1,579. സോ ഈ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഗെയിൻ ആണ്. ഓക്കെ. സോ എങ്ങനെയാണ് നമ്മൾ ജേർണൽ ചെയ്യുന്നത്? ഡെബിറ്റ് ട്രേഡ് പേബിൾസ് $1,579 ടു ക്രെഡിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് എക്സ്ചേഞ്ച് ഗെയിൻ $1,579. ഓക്കെ.